ബിരുദമെന്നത് ലക്ഷ്യത്തിലേക്കുള്ള പടവുകൾ മാത്രമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. ഓരോ ബിരുദധാരിയും തന്റേതായ സംഭാവനകളിലൂടെ രാജ്യത്തെ വികസനത്തിന് പ്രാപ്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കാർഷിക സർവകലാശാലയുടെ 2025 ബിരുദദാനം തൃശ്ശൂരിൽ നിർവഹിക്കുകയായിരുന്നു ഗവർണർ. It is not that I will be opting for some service. I will be just I wanted a job. After the completion of my graduation, I want some job in the agriculture department of the state as a scientist or a junior scientist or any agriculture officer there. Is this my destination of all these efforts, all these years? Is this the destination? I have to think in a different way. I have to. And if I am not thinking in different way, this upgradation or graduation has got no meaning. I have to think in a different way. Let us think in a different way. And what is that different? Our state government, our central government, they have provided with many schemes on which I can stand on my foot and say, yes, I am doing this. Let us have a new startup. ബിരുദധാരികൾ സ്റ്റാർട്ടപ്പുകളിലൂടെ സ്വയം സംരംഭകരായി വളർന്ന് സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിൽ മികച്ച പങ്ക് വഹിക്കുന്നവരാകണം. സ്വാതന്ത്ര്യം നേടി നൂറ്റാണ്ട് തികയുന്ന 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കാനായി മുന്നിട്ടിറങ്ങണം. നാം നേടുന്ന അറിവുകളും വിദ്യാഭ്യാസ യോഗ്യതകളും സമൂഹത്തിനും രാജ്യത്തിനുമായി ഉപയോഗിക്കപ്പെടുമ്പോഴാണ് അവ യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കുകയുള്ളൂ എന്നും ഗവർണർ പറഞ്ഞു. രാജ്യത്തേറെ പ്രശസ്തമായ കേരള കാർഷിക സർവകലാശാലയിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നത് അഭിമാനാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൃഷി, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഫോറസ്ട്രി, ബേസിക് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നീ 4 വിഭാഗങ്ങളിലുള്ള 1108 വിദ്യാർത്ഥികളാണ് ബിരുദം സ്വീകരിച്ചത്. ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ സ്വർണ്ണ മെഡലും സർട്ടിഫിക്കറ്റും നൽകി ഗവർണർ അനുമോദിച്ചു. വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക്, രജിസ്ട്രാർ ഡോക്ടർ സക്കീർ ഹുസൈൻ, വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ യാമിനി വർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശ്ശൂർ.